ഗാർലിക് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കപ്പ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അറിയാൻ പാടില്ലാത്ത പുതിയ പിള്ളേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേ കപ്പ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രണ്ടിതായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയും. അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം എടുത്തിട്ട് വീണ്ടും നമ്മളതിനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും കപ്പ കറി വയ്ക്കുന്നത്. ചില നാട്ടിലൊക്കെ ഭയങ്കര ലൂസായിട്ടായിരിക്കും കപ്പ കറി വയ്ക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് കപ്പയുടെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കൈപ്പിടി നിറയെ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. 2 കൈപ്പിടിയും പിന്നെ ഒരു കുറച്ചും കൂടെ ആയിട്ട് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, പെരുംജീരകമല്ല, നമ്മുടെ ചെറിയ ജീരകമാണ് 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 2 വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ മറ്റേ എരിവുള്ള മുളക് അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കാൻ വേണം. അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കപ്പ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ വേഗം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറി ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വേണം രണ്ടാമത് ഒഴിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നതിന് ശേഷം നമ്മുടെ ഇത് കപ്പയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ട് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കുക. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരട്ടത്തവിയില്ലേ, ചിരട്ടക്കയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉടച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിനെ വീണ്ടും ഈ കപ്പയും അരപ്പും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും അരപ്പില്ലേ, ആ അരപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് ഉടച്ച് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ജീരകം, നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം കുറച്ചും കൂടെയൊക്കെ ഇഷ്ടമെന്നുള്ളവർ കുറച്ചും കൂടെ വേണമെങ്കിൽ ജീരകത്തിൻ്റെ അളവ് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലർക്കാണെങ്കിൽ ജീരകത്തിൻ്റെ ഇത് ഒത്തിരി ഇഷ്ടമുള്ളതല്ല, അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചെടുത്താൽ മതി. എന്നതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ലൂസായിട്ടായിരിക്കും ഇത് തോന്നുന്നത്, പക്ഷേ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ലതുപോലെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കോളും കേട്ടോ. അല്ല, ഇപ്പോൾ തന്നെ അത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പണ്ട് എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ പെങ്ങൾ അടിപൊളിയായിട്ട് കപ്പയും മീൻകറിയും ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ അപ്പ എന്നാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ പെങ്ങളെ അപ്പ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കപ്പയും മീൻകറിയും എനിക്കിഷ്ടമായത് കൊണ്ടിട്ട് കൊണ്ടുവന്ന് തരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ വെച്ചതുകൊണ്ട് ഞാനിന്ന് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്